ഓണക്കാലത്ത് ഓരോ നാടിനും ഓരോ കളികളുടെ താളമാണ്. ചിലയിടത്ത് പുലികളിയാണെങ്കിൽ ചിലയിടത്ത് വള്ളംകളിയാണ്. പക്ഷേ കോട്ടയം കുറിച്ചിക്കാർക്ക് ഈ ഓണക്കാലം എന്ന് പറയുന്നത് പകിട കളിയുടെ കൂടെ കാലമാണ്. അപ്പോ പകിട 12. അടിയന്തരാവസ്ഥ കാലത്ത് പോലും പകിടകളി നടന്ന നാടാണ് കുറിച്ചി. ഓണമായാൽ പിന്നെ പകിടകളത്തിന് ചുറ്റും ഈ നാടൊന്നിക്കും. കർക്കിടകത്തിൽ തുടങ്ങുന്ന പകിടകളി ഉത്രാട നാളിലാണ് അവസാനിക്കുന്നത്. നമ്മള് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധവും അവർക്ക് ഭൂമിയും അവരുടെ ഭാര്യയും ഒക്കെ നഷ്ടപ്പെട്ടു പോയ പഞ്ചപാണ്ഡവരുടെ അറിയാമല്ലോ, ചൂതുകളി അറിയാമല്ലോ, ശൗനിയും ഒക്കെ. ശരിക്കും പകിടകളുടെ മിത്തെന്ന് പറഞ്ഞാൽ അതാണ്. പുറമേ നിന്നുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാക്കത്തില്ല. ഇത് ശരിക്കും ബുദ്ധിയും ഭാഗ്യവും മാറി മറിയുന്ന ഒരു മത്സരമാണ്. കളിക്കാരേക്കാൾ ആവേശം കാണികൾക്കാണ്. മണ്ണിൽ വരച്ച കളങ്ങളിൽ പകിടകളി മുന്നേറുമ്പോൾ കാണികളുടെ മനസ്സിൽ ആവേശമുയരും. എതിരാളികളും നമ്മുടെ സുഹൃത്തുക്കളാണ്, എല്ലാം ഉണ്ട്. അത് വാശി വൈരാഗ്യമുണ്ട്. കളി മാത്രം, കളി കഴിയുമ്പോൾ സുഹൃത്തുക്കളാണ്. ആവേശം വാനോളമാണെങ്കിലും പകിടകളി മനസ്സിലാക്കാൻ അല്പം പാടാണ്. കണ്ടു നിന്നാൽ കിളി പോകും. ഒന്നൊന്നര മണിക്കൂർ കളി കണ്ടിട്ടും നമുക്കിതിനെ പറ്റി ഒരു പിടിയും കിട്ടിയില്ല. പക്ഷേ ഈ നാട്ടുകാർക്ക് പകിടകളി വൈകാരികമാണ്. ജോബിൻ തേക്കടിക്കൊപ്പം മാതൃഭൂമി ന്യൂസ്, കോട്ടയം.